എല്ലാവർക്കും നമസ്കാരം. ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ 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 വലിയ ഒരു കണ്ടുപിടുത്തം, കണ്ടുപിടുത്തം എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വാണ്ടം മെക്കാനിക്സിൽ തന്നെ ഏറ്റവും പവർഫുള്ളായ ഒരു കണ്ടുപിടുത്തമായിട്ട് ഇത് മാറാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, ഇതിനെ തുടർന്നുകൊണ്ട് ഒരുപാട് ഇന്നോവേഷൻസ് ഇനി വരാൻ പോകുന്നു എന്നുള്ളതാണ് ഈ കണ്ടുപിടുത്തത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്താണതെന്ന് നോക്കാം. സയൻറ്റിസ്റ്റുകൾ, അതായത് ഇറ്റാലിയിലുള്ള കുറേ സയൻറ്റിസ്റ്റുകൾ ലൈറ്റിനെ ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണത്. അല്ലെങ്കിൽ ലൈറ്റിനെ ഒരു സൂപ്പർ സോളിഡായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ തന്നെ ഇതൊരു വളരെ വലിയ കണ്ടുപിടുത്തമാണ്. അതുകൊണ്ട് തന്നെ ഈ കണ്ടുപിടുത്തം മറ്റു പല കണ്ടുപിടുത്തങ്ങൾക്കും മുന്നോടിയാകാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ടോപ്പിക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് തിയറികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു തിയറിയായിരുന്നു കണികാ സിദ്ധാന്തം. അതുവെച്ച് തന്നെ നമുക്ക് ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് എല്ലാത്തിനെയും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പിന്നീട് വേവ് തിയറി വന്നു. അതിനുശേഷം ക്വാണ്ടം തിയറി വരികയുണ്ടായി. അപ്പോൾ ക്വാണ്ടം തിയറി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലൈറ്റിനെ കുറിച്ച് നല്ല രീതിയിൽ എന്താ പറയുക, അതിന് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ക്വാണ്ടം തിയറിയിൽ നമ്മൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡ്യുവൽ പ്രോപ്പർട്ടി ഉള്ള പാക്കറ്റായിട്ടാണ് ലൈറ്റിനെ പറ്റി പ്രതിപാദിക്കുന്നത്. അതായത് ഒരേ സമയം കണികകളുടെ പ്രോപ്പർട്ടിയും അതേ സമയം തന്നെ തരംഗ സ്വഭാവമുള്ള ചെറിയ ചെറിയ എനർജി പാക്കറ്റിനെയാണ് നമ്മൾ ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇതിനെയാണ് ലൈറ്റിൻ്റെ ഇങ്ങനത്തെ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഫോട്ടോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോട്ടോൺസിനെയാണ്, അതായത് ലൈറ്റ് ചെറിയ ചെറിയ ഈ പാർട്ടിക്കിൾസിനെയാണ് സയൻറ്റിസ്റ്റുകൾ ഇപ്പോൾ ഒരു സൂപ്പർ സോളിഡാക്കി മാറ്റിയിട്ടുള്ളത്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ സബാറ്റോമിക് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസ് യൂസ് ചെയ്തിട്ടാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തിയറീസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടി വി റിമോട്ട് മുതൽ വലിയ വലിയ സൂപ്പർ കമ്പ്യൂട്ടറുകൾ വരെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തിയറീസ് യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇതിനൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ളത് ഈ ക്വാണ്ടം മെക്കാനിക്സ് ആണ്. അപ്പോൾ നമ്മൾ സയൻസിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇനിഷ്യലി ന്യൂട്ടോണിയൻ ഫിസിക്സ് ഉണ്ടായിരുന്നു, പിന്നെ റിലേറ്റിവിറ്റി തിയറിയും അതിനോടനുബന്ധിച്ചുള്ള ഫിസിക്സും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ക്വാണ്ടം മെക്കാനിക്സ് വരുന്നത്. ഈ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ സാധാരണയുള്ള മെക്കാനിക്സുമായിട്ട് ഒരുപാട് വ്യത്യാസമുള്ളതാണ്. ഒരുപാട് അൺസർട്ടനിറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ക്വാണ്ടം മെക്കാനിക്സ്. നമുക്കതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഇനിയും ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ലൈറ്റിനെ എങ്ങനെയാണ് ഒരു സൂപ്പർ സോളിഡായിട്ട് മാറ്റിയത്, അല്ലെങ്കിൽ ലൈറ്റിനെ എങ്ങനെയാണ് ഫ്രീസ് ചെയ്തത് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ ലൈറ്റിനെ ഫോട്ടോൺസ് ആണെന്ന് പറയുന്നു. അതിനെ ഒരു സൂപ്പർ ഫ്ലൂയിഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോട്ടോൺസിനെ കുറിച്ച് പഠിക്കാൻ സയൻറ്റിസ്റ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിനെ നമ്മളൊരു സൂപ്പർ സോളിഡാക്കി മാറ്റിയതിന് ഇതുകൊണ്ട് നമുക്ക് അതിലുള്ള കൺട്രോള് നേരത്തെ ഉള്ളതിനേക്കാളൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ലൈറ്റിനെ നമുക്ക് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും, അങ്ങനെ ഫോട്ടോൺസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ പുതിയ മേഖലകളിലേക്ക് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും കഴിയുമെന്നുള്ളതാണ് ഈ ഡിസ്കവറി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ലൈറ്റിനെ ഒരു സൂപ്പർ സോളിഡായിട്ട് മാറ്റിയതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്താണ് സൂപ്പർ സോളിഡ് അല്ലെങ്കിൽ എന്താണ് സൂപ്പർ ഫ്ലൂയിഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൂപ്പർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മാറ്ററിൻ്റെ പലതരത്തിലുള്ള അവസ്ഥകളുണ്ടല്ലോ. ഖരം, ദ്രാവകം, വാതകം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. പിന്നീട്
നമ്മൾ അടുത്ത സ്റ്റേറ്റായ പ്ലാസ്മയെക്കുറിച്ച് പഠിച്ചു. പിന്നെ നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോൾ ഇനിയും വേറെ പല സ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റേറ്റുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് സൂപ്പർ ഫ്ലൂയിഡ് എന്ന് നോക്കാം. അതായത് ഒരു ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ ഒരു ഗ്യാസിനെ നമ്മൾ തണുപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ, അതായത് തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിയിലേക്കൊന്നുമല്ല, അബ്സല്യൂട്ട് സീറോ, അതായത് -273 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിന് ക്ലോസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ വരുമ്പോൾ ഫ്ലൂയിഡുകൾക്ക് അവരുടെ പ്രോപ്പർട്ടി തന്നെ ചേഞ്ച് ആകും. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിയം എടുത്തിട്ട് നമ്മൾ തണുപ്പിക്കുകയാണെങ്കിൽ ഗ്യാസ് രൂപത്തിലുള്ള ഹീലിയം എന്താകും, അത് ലിക്വിഡായിട്ട് മാറും. ഇതിനെ നമ്മൾ ക്ലോസ് ടു 0 ഡിഗ്രി കെൽവിനിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതായത് -273യുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിന് അതിദ്രാവകത്വം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഒരു സൂപ്പർ ഫ്ലൂയിഡ് എന്ന് പറയുക. അതായത് പിന്നീട് ഈ സർഫസ് ടെൻഷനും ഫ്രിക്ഷന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതായിട്ട് ആ ഫ്ലൂയിഡ് വേറെ തരത്തിൽ മാറാൻ തുടങ്ങും. അതായത് ഇപ്പോൾ നമ്മളൊരു ബീക്കറിലേക്ക് ഹീലിയം സൂപ്പർ ഫ്ലൂയിഡ് കണ്ടീഷനിൽ ഒഴിച്ചു വെക്കുകയാണെങ്കിൽ അതതിൻ്റെ വക്കിൽ കൂടെ മുകളിലേക്ക് വരെ ഒഴുകാൻ കഴിയുന്ന ഒരു കണ്ടീഷനിലേക്ക് വരികയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു കണ്ടീഷനെയാണ് നമ്മൾ സൂപ്പർ ഫ്ലൂയിഡ് എന്ന് പറയുക. ഇനി നമ്മൾ എന്താണ് സൂപ്പർ സോളിഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൂപ്പർ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡിനുള്ള പ്രത്യേകത എന്താണ്? അതിലെ ആറ്റംസ് എല്ലാം കൂടെ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിലായിരിക്കും അറേഞ്ച് ആയിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു വസ്തുവിനെ ഖരരൂപത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ സൂപ്പർ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേഷ്യൽ സ്ട്രക്ചർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയും അതേസമയം ഇതൊരു ഫ്ലൂയിഡ് പോലെ ഒഴുകാൻ കഴിയുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഒരു സൂപ്പർ സോളിഡ് എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ സയൻറ്റിസ്റ്റുകൾ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോൺസിനെ എടുത്തിട്ട് ഇതുപോലുള്ള ഒരു സൂപ്പർ സോളിഡ് ആക്കി മാറ്റിയിരിക്കുന്നു. അതായത് അതിനുള്ള സ്പേഷ്യൽ സ്ട്രക്ചർ, അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം അതേപോലെ നിലനിർത്തി, ഒരു ഫോട്ടോണിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം അതുപോലെ നിലനിർത്തി അതിനെ ഒരു സൂപ്പർ ഫ്ലൂയിഡായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിനെയാണ് നമ്മൾ സൂപ്പർ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർട്ടി ചേഞ്ചും ഇല്ല, അതേസമയം അതൊരു ഫ്ലൂയിഡ് പോലെ ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ അതിന് മൂവ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് മോർ കൺട്രോൾ ഉണ്ട്, അതിന് നമുക്ക് വേറെ രീതിയിലെല്ലാം പഠിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലേക്കാണ് ഇപ്പോൾ ലൈറ്റിനെ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇത് എങ്ങനെ സാധിച്ചു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാൻ പറ്റും. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ സൂപ്പർ സോളിഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, അതായത് സയൻറ്റിസ്റ്റുകൾ ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. അപ്പോൾ എന്താണ് ഉപയോഗിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോൺസ് അല്ല, വളരെ വലിയ ക്വാണ്ടം പാർട്ടിക്കിൾസ് ആയ ആറ്റംസ് അതുപോലുള്ള മെറ്റീരിയൽസിനെയാണ് സൂപ്പർ സോളിഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഇതാദ്യമായിട്ടാണ് സയൻറ്റിസ്റ്റുകൾ ഫോട്ടോൺസിനെ സൂപ്പർ സോളിഡായിട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ലൈറ്റിനെ ഒരു സൂപ്പർ ഫ്ലൂയിഡായിട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ നമ്മൾ അച്ചീവ് ചെയ്തിരുന്നു. ആ ലെവലിൽ നിന്ന് അതിൻ്റെ അടുത്ത പടിയായിട്ടാണ് ഇപ്പോൾ ലൈറ്റിനെ ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ലൈറ്റിനെ ഒരു സൂപ്പർ സോളിഡാക്കി മാറ്റിയിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടെ ഉള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. റൈറ്റ്, ഇപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോനെ എടുത്തിട്ട് അതിനെ സൂപ്പർ സോളിഡ് ആക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു ലേസർ ബീമിൽ നിന്ന് വരുന്ന ഫോട്ടോൺസിനെ എടുത്തിട്ട് അതിനെ ഗാലിയം ആർസനൈഡ് എന്ന് പറയുന്ന ഒരു സെമി കണ്ടക്ടർ മീഡിയത്തിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കടത്തിവിടുന്ന ഈ ഫോട്ടോൺസ് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു ക്വാസി പാർട്ടിക്കിൾസ് ആയിട്ട് മാറ്റും. ഈ ക്വാസി പാർട്ടിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്വാണ്ടം മെക്കാനിക്സിൽ പ്രതിപാദിക്കപ്പെടുന്ന പാർട്ടിക്കിൾസാണ്. ഈ പാർട്ടിക്കിൾസിന്, അതായത് നമ്മൾ ഈ ക്വാസി പാർട്ടിക്കിൾസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരസ്പരം ചില ബന്ധങ്ങളുണ്ടാകും. ഈ രണ്ട് പാർട്ടിക്കിളും ഒന്നിച്ചു കൂടിയിട്ട് ഒരു പാർട്ടിക്കിളായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ എന്തായാലും ട്വിൻസിനെ പോലെയാണ് അതിനെ കണക്ക് കൂട്ടേണ്ടത്. അതായത് ഇതിൽ ഒരു പാർട്ടിക്കിളിന് അപ്പ് സ്പിൻ ആണെങ്കിൽ മറ്റേ പാർട്ടിക്കിളിന് ഡൗൺ സ്പിൻ ആയിരിക്കും. അതിന് ആംഗുലർ മൊമെൻ്റം ഉണ്ടാകും, അതിന് പോളറൈസേഷൻ ഉണ്ടാകും,
അതായത് ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം പോളറൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള കുറേ പ്രോപ്പർട്ടീസ് ഉള്ള രണ്ട് പാർട്ടിക്കിൾ, റിലേറ്റഡ് പാർട്ടിക്കിൾസ് ആയിട്ട് ഇതിനെ മാറ്റുന്നു. നട്ട്ഷെല്ലിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു റിലേറ്റീവ് പാർട്ടിക്കിൾസിനെ ആക്കി മാറ്റിയതിന് ശേഷം ആണ് നമ്മൾ ലൈറ്റിനെ ഫ്രീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഈസിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് വെള്ളത്തിനെ ഫ്രീസ് ചെയ്യുന്നത്? വെള്ളം എടുത്ത് നമ്മൾ തണുപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എനർജി തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ എനർജി നഷ്ടപ്പെട്ടാണ് നമ്മൾ വാട്ടർ പാർട്ടിക്കിൾ എന്ത് സംഭവിക്കുന്നത്? അത് ഫ്രീസ് ആകുന്നത്. ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഈ ലൈറ്റ് പാർട്ടിക്കിൾസിനെ എടുത്ത് അതിനെ ഇൻട്രാക്ട് ചെയ്യിച്ചതിന് ശേഷം ഇതിൻ്റെ എനർജി എല്ലാം ഡ്രെയിൻ ഔട്ട് ചെയ്യുമ്പോഴാണ് ലൈറ്റ് ഫ്രീസ് ആകുന്നത്. ഇത് ഞാനൊരു വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇങ്ങനെ നേരത്തെ സംസാരിച്ച പോലെ ഈ കോസി പാർട്ടിക്കിൾ ഉണ്ടായതിന് ശേഷം ഈ കോസി പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റത്തിനെ സീറോയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ കോസി പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റം സീറോ ആയതിനു ശേഷം പിന്നീടാണ് ഈ പെയർ ഓഫ് ഫോട്ടോൺസിനെ നമ്മൾ വേറെ കുറച്ച് സ്റ്റേറ്റുകളിലേക്ക് കൊണ്ടുവരികയാണ്. അതിനെയാണ് BIC സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ബൗണ്ടഡ് സ്റ്റേറ്റ് ഓഫ് കണ്ടിന്യൂയം എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പാർട്ടിക്കിൾസ് ഇപ്പോൾ അതിന് ചില പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഈ BIC സ്റ്റേറ്റിലേക്ക്, അല്ലെങ്കിൽ സയൻസ് സ്റ്റേറ്റിൽ ഈ BIC സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരികയുണ്ടായി. എങ്ങനെ? ഈ വിത്തിൻ ദ സെമി കണ്ടക്ടർ മീഡിയത്തിൽ. അങ്ങനെ വരുമ്പോൾ ഇതിനൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോട്ടോൺസിന് ഉള്ള പ്രോപ്പർട്ടീസ് ഒക്കെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് ഇതിൻ്റെ മൊമെൻ്റം സീറോയിലാക്കിയിട്ട് നമ്മൾ ഇതിനെ ഈ സെമി കണ്ടക്ടർ മീഡിയത്തിൽ, അതായത് ഈ ഫോട്ടോൺസിനെ ഈ സെമി കണ്ടക്ടർ മീഡിയത്തിൽ എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ എത്തിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? അപ്പം ഈ പാർട്ടിക്കിളുകളുടെ സ്പീഡ് അല്ലെങ്കിൽ ഇതിൻ്റെ മൊമെൻ്റം അത് സീറോയിൽ നിൽക്കുകയാണ്. അതേസമയം ലൈറ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും അതേപോലെ തന്നെ നിലനിർത്താനും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിന് ഒരു സൂപ്പർ ഫ്ലൂയിഡിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും ഉണ്ട്. അതേസമയം അത് എന്താ പറയുക, ഫ്രീസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് ഇവിടെ സയൻറ്റിസ്റ്റുകൾ അച്ചീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രീസ് ആയിട്ടുള്ള ഈ ഫോട്ടോൺസ് നമുക്ക് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസിനെ മനസ്സിലാക്കി ഇനി നമുക്ക് എന്തൊക്കെ അഡ്വാൻസ്മെൻറ്റ് ചെയ്യാം എന്ന് ഇവിടെ തീരുമാനിക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരുന്ന സൂപ്പർ സോളിഡുകളെല്ലാം വളരെ വലിയ ആറ്റോമിക് പാർട്ടിക്കിൾ, അതേപോലുള്ള പാർട്ടിക്കിൾസ് ആയിരുന്നു. ഇപ്പം നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഫോട്ടോൺസ് ആണ്, ഒരു എനർജിയാണ് എന്നാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ അതിൻ്റെ ചില പ്രോപ്പർട്ടികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൂടുതൽ പഠിക്കാനും ഇനി ഈ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് ഇത് മുന്നോടിയാകുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫൈബറുകളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒപ്റ്റിക്സ് വളരെ വലിയ രീതിയിൽ നമ്മൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിഞ്ഞ ലിമിറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിലൂടെ എല്ലാം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇൻ്റർനെറ്റൊക്കെ ഇത്രത്തോളം വേഗത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതെല്ലാം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിലൂടെ നമ്മൾ ലൈറ്റ്സിനെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫോട്ടോൺസിന് ഫ്രീസ് ചെയ്തതുകൊണ്ട് നമുക്ക് എത്രത്തോളം വലിയ ഡിസ്കവറീസ് ഇതിന് ശേഷം കൈവരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ കണ്ടുപിടുത്തത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടുപിടുത്തത്തോടു കൂടി പുതിയ ഒരുപാട് വാതായനങ്ങൾ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ ഓപ്പൺ അപ്പ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വലിയൊരു കണ്ടുപിടുത്തമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു കാര്യം ഇതിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരുപാട് ആർട്ടിക്കിൾ ലൈറ്റിനെ ഫ്രീസ് ചെയ്തതിനെക്കുറിച്ചും അല്ലെങ്കിൽ സൂപ്പർ സോളിഡ് ആക്കിയതിനെക്കുറിച്ചും ഒക്കെ അവൈലബിൾ ആണ്. ഇതിൽ മൈക്കൽ ഇർവിങ്ങിൻ്റെ ഒരു ആർട്ടിക്കിളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൈക്കൽ ഇർവിങ്ങിൻ്റെ
ടോപ്പിക് എടുത്ത് വായിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ ഈ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അത് അടുത്ത വീഡിയോയിലൂടെ ഞാൻ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഈ ഡിസ്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ വലിയ ഡിസ്കവറിയാണ്. ഇത് നമ്മളുടെ കമ്പ്യൂട്ടിംഗ് ഏരിയയിൽ, ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഇതിന് ഒരു വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.